ഇയർ ഇതേ സമയത്താണ് നമ്മൾ വീട്ടുമുറ്റത്ത് ചെറിയ രീതിയിലുള്ള ഒരു ടാങ്ക് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തന്നെ ഇത് കെട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് കെട്ടുന്നതും അതുപോലെ തന്നെ ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ കാണുന്ന ഒരു ബക്കറ്റിനകത്ത് ഇങ്ങനെ അക്വാപോണിക് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം നമ്മളിതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറേ ദിവസം കഴിയുമ്പോൾ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ അത്യാവശ്യം നന്നായിട്ട് ചെളിയൊക്കെ അടിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പാത്രം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു ബേസിനിൽ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി താഴെ അല്ലാണ്ട് ഏകദേശം മിഡിൽ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ പുറത്തേക്ക് വെള്ളം പോകുന്നതിന് ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഇതുപോലത്തെ ഒരു ഡ്രിൽ മെഷീനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് അഡീഷണൽ ഇങ്ങനത്തെ ഒരു ബിറ്റ് മേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ സപ്പോസ് ഡ്രിൽ മെഷീനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യുന്നവരടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതുപോലെ ഇട്ട് തരും. പിന്നെ ബേസിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ സ്റ്റോണൊക്കെ മേടിച്ച് നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളത്തിൻ്റെ അതേ ലെവലിൽ തികയാത്തത് കാരണം നമ്മൾ കുറച്ച് കയ്യിലുണ്ടായിരുന്ന ഗാർഡൻ സ്റ്റോണും പിന്നെ ഈ ക്ലേ ബോൾസൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടാങ്കിൽ നിന്ന് ബേസിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിനി മോട്ടർ മേടിച്ചിരുന്നു. ഈ മിനി മോട്ടറിൽ നിന്ന് ബേസിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നോസിലിൻ്റെ അളവിൽ നമുക്ക് ഒരു പൈപ്പ് മേടിക്കണമായിരുന്നു. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് പോകുന്ന വെള്ളത്തിലുള്ള അഴുക്കും പിന്നെ ഫിഷിൻ്റെ വേസ്റ്റും ഒക്കെ ഇതിൽ അത്യാവശ്യം ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് നല്ല വെള്ളമാണ് തിരിച്ച് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം എപ്പോഴും നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആ ഒരു വിൻ്റർ തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നു. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കായൊക്കെ കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമ്മർ സമയമായപ്പോഴത്തേക്കാണ് ചെടികളൊക്കെ ഒന്ന് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ സമ്മറിൽ നിൽക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളൊക്കെ ഈ ഫിൽറ്റർ ചെയ്യുന്ന അഴുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് 1 year ആയി. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ സമ്മർക്ക് അത്യാവശ്യം നല്ല പീക്കായ സമയത്ത് ആകെ ഈ ഒരു കുളവാഴയൊക്കെ മാത്രമാണ് മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടിയിൽ നന്നായിട്ട് ഇങ്ങനെ പായലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമ്മർ ഒന്ന് കുറഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഈ കല്ല് മുഴുവനും പുറത്തേക്ക് എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു എളുപ്പവഴി നോക്കിയതാണ്. ഇവിടെ വെച്ച് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ഇവിടെ വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേയൊക്കെയും ഷോർട്ട് ഫോമിലാണ് എടുത്തിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം എല്ലാ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഇതിൽ വെച്ച് തന്നെ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പം മേൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ടായിരുന്നു. അടിഭാഗത്തുള്ളത് പിന്നെയും അഴുക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഇതിൻ്റെ നമ്മുടെ ഈ ഫിഷ് ടാങ്കിൻ്റെ സൈഡ് കോർണറിലൊക്കെ അത്യാവശ്യം കല്ലുകൾ ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും അടിഭാഗത്തൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ വഴിയും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഓൾമോസ്റ്റ് പകുതിയൊക്കെ നമ്മൾ കല്ല് മാറ്റിയിട്ട് പോലും നമുക്കിത് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വെയിറ്റും ഉണ്ട്. പിന്നെ ഫുള്ളായിട്ടും ഇങ്ങനെ കോരി നമ്മൾ കുറേശ്ശെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ പാത്രം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഫൗണ്ടൈൻ സ്റ്റൈൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം എന്നൊക്കെ വിചാരിച്ച് കുറേ നേരമൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 1-2 ചെടിച്ചട്ടിയൊക്കെ വെച്ച് തന്നെ ചെറിയ രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ചെടിച്ചട്ടി ഇതിൻ്റെ അടിഭാഗത്ത് ഓട്ടയില്ലാത്ത ചെടിച്ചട്ടിയാണ്. ഇത് ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് കല്ലൊക്കെ ഒന്ന് നിറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ഒരു ചെടിച്ചട്ടിയാണ് കാലിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഈ ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പം ടാങ്കിൽ ഓൾറെഡി ഫിഷും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കി കൊടുത്തേ പറ്റുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് നമ്മളൊരു വാട്ടർ ഫ്ലോ കിട്ടുന്ന വിധത്തിലൊരു ഫൗണ്ടൈൻ പോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ 4-5 മിനിറ്റേ ഉള്ളൂ എങ്കിലും നമ്മൾ 5-6 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വാട്ടർ ഫ്ലോ നടക്കുന്നതിന് വേണ്ടിയിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി എന്നൊരു അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ വെച്ചിരിക്കുന്ന ഈ പോട്ടിന് ഒരു ഹോളുള്ള പോട്ടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ പൈപ്പ് എടുക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അതിലൊരു ചെറിയ ഹോളാണ്. നമ്മുടെ പൈപ്പ് നല്ല വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട്
ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു വെള്ളം വന്ന് വീണിട്ട് ഈ ബാക്കിലുള്ള ഈ ഹോളിലൂടെ പുറത്തേക്ക് പോകുന്ന വിധത്തിലാണ് നമ്മളിന്ന് തൽക്കാലം സെറ്റാക്കി കൊടുത്ത് ഈ മോട്ടറൊന്ന് ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് ഒരു വാട്ടർ ഫ്ലോയ്ക്കൊക്കെ ഇത് ഓക്കെ ആണെങ്കിലും ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ഇതിൽ കാര്യമായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡും ആയിരുന്നില്ല. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ആലോചനയിൽ തന്നെയായിരുന്നു പുതിയ എന്തെങ്കിലും ഐഡിയ ഒക്കെ തപ്പിപ്പിടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ച് രാവിലെ തന്നെ നമ്മൾ ഇതിനെ ഇളക്കി മാറ്റിയിട്ട് പിന്നെയും 2-3 ചെടിച്ചട്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊന്നും ഒരു ഫിൽട്രേഷനും കൂടിയൊക്കെ നടക്കുകയും വേണം. എന്നാൽ ഈ ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ആ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി ഇങ്ങനെ ഇരിക്കുന്നത് കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ട് നമ്മൾ വേറെ 1-2 ചെടിച്ചട്ടികളൊക്കെ കാലിയാക്കിയിട്ട് പല സെറ്റപ്പൊക്കെ നമ്മളിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പരീക്ഷണത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് എൻ്റെ ചെടിച്ചട്ടികളിലുണ്ടായിരുന്ന ചെടികളൊക്കെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ 2 ചട്ടികൾ ഒരേപോലെ തന്നെ കാലിയാക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് സെറ്റാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാണാനൊക്കെ രസമുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഇവിടെയും ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. നമുക്കൊരു മിനിമം ഇതിങ്ങനെ ഒരു 3 ലെയർ പോലെ സെറ്റാക്കി കഴിഞ്ഞാൽ ആ ഒരു മിഡിലിൽ ഒരു വരുന്ന ആ ഒരു സെക്ഷനിൽ നന്നായിട്ട് ഫിൽട്രേഷനും കാര്യങ്ങളും ഒക്കെ കൂടി നടക്കും. അപ്പോൾ ഫൈനലി നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അടിയിലുള്ളത് ഓട്ടയില്ലാത്ത ഒരു ചെടിച്ചട്ടിയാണ്. അതിൽ നിറയെ നമ്മൾ അത്യാവശ്യം വലിയ കല്ലുകളും ചെറിയ കല്ലും ഒക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെയറിൽ ഈ ഒരു ചട്ടിയിൽ ഓട്ടം ഉള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ കല്ല് നിറച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വെള്ളം വീഴുമ്പോൾ ഇതിൽ തന്നെ ഒരു ഫസ്റ്റ് ലെയർ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാവും വെള്ളം അടിയിലോട്ട് പോകുന്നത്. അപ്പോൾ അടിയിലോട്ട് പോയിട്ട് അത് സൈഡിലൂടെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഫ്ലോ ആയി പോകുന്ന വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതും ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഇതിപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ അടുത്ത വഴി നോക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ടും നമുക്ക് ഈ ഏറ്റവും മുകളിൽ വെക്കാൻ ഉദ്ദേശിച്ച ചട്ടിയുടെ താഴത്തെ ഹോള് നല്ല വലിപ്പത്തിലുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് കയറ്റി വിടാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഏകദേശം ഇത് ഓക്കെ ആണെന്നുള്ള മട്ടിൽ ഞങ്ങൾ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ മോട്ടറിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ തന്നെ ഈ ചുവരിൽ ഇങ്ങനെ ഒരു അഡീഷണൽ പ്ലഗ് പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സംഭവം നമ്മളൊന്ന് ഓണാക്കി നോക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഇതിങ്ങനെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റായിട്ട് സെറ്റായോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അത്യാവശ്യം തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവസാനം സംഭവം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എങ്ങാനും ഇത് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വെച്ചിട്ട് മാറ്റാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സംഭവമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ എന്തായാലും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ബാക്കി സൈഡിലുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നന്നായിട്ട് അഴുക്കിങ്ങനെ ഫിൽറ്ററായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചെടികൾ എന്തായാലും വെച്ച് കൊടുക്കണം. തൽക്കാലത്തേക്ക് ഞാൻ മുന്നത്തെ ആ ഒരു അക്വപോണിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവാഴകളൊക്കെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 മണി പ്ലാന്റ് ഞാൻ മുളപ്പിക്കാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇവിടെ തൽക്കാലത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടെ സ്പേസ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ ചെറിയൊരു അമ്പലിൻ്റെ തൈ പുറത്തും ഇങ്ങനെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നതാണ്. അതിന് ഞാൻ ഇതിലേക്ക് നിറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ചുറ്റിപ്പറ്റി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഒരാഴ്ച തന്നെ ആവുന്നുള്ളൂ. പ്രാക്ടിക്കലി ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏത് അക്വപോണിക്കാണ് ഇഷ്ടപ്പെട്ടത്, പുതിയതാണോ പഴയതാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.